പത്തനംതിട്ട സീതത്തോട് കൊച്ചുകോയിക്കലിൽ വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. വിഷയത്തിൽ CPM നടത്തുന്ന സമരം പ്രഹസനമാണെന്നും CPM പ്രവർത്തകർ സ്ഥലവാസി കൂടിയായ കോന്നി MLA KU ജിനേഷ് കുമാറിന്റെ വീട്ടിലേക്കാണ് സമരം നടത്തേണ്ടതെന്നും കോൺഗ്രസ് നേതൃത്വം വിമർശിച്ചു. വന്യമൃഗശല്യം കാരണം സീതത്തോട് കൊച്ചുകോയിക്കൽ മേഖലയിൽ കർഷകർ ദുരിതത്തിലാണ്. വനപാലകർ കാര്യക്ഷമമായ നടപടി എടുക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാതി. വിഷയത്തിൽ CPIM-ന്റെ സമരം പ്രഹസനമാണെന്നും പ്രദേശവാസി കൂടിയായ ഭരണപക്ഷത്തുള്ള കോന്നി MLA KU ജിനേഷ് കുമാറിന്റെ വീടിന് മുന്നിലാണ് CPIM പ്രവർത്തകർ സമരം നടത്തേണ്ടിയിരുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. അപ്പൊ ഇന്നിവിടെ CPM നടത്തിയ സമരം ഈ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലല്ല, അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലായിരുന്നു നടത്തേണ്ടത്. കാരണം ഈ കാര്യങ്ങൾ ശക്തമായി നിയമസഭയിൽ ഉന്നയിക്കാനും നാടിന്റെ പ്രശ്നം അവതരിപ്പിക്കേണ്ട ആളും ഇതിന് അംഗീകാരം കൊടുക്കേണ്ടയും അംഗീകാരം വാങ്ങിക്കേണ്ട ആളും MLA ആണ്. അടൂർ പ്രകാശ് കോന്നി MLA-യും മന്ത്രിയുമൊക്കെ ആയിരുന്നപ്പോൾ കർഷകരുടെ വിഷയത്തിൽ കൃത്യമായി ഇടപെടുമായിരുന്നുവെന്നും കർഷകർ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ അന്ന് വെട്ടാൻ അനുവാദമുണ്ടായിരുന്നുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എതിർത്തിരുന്നില്ലെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ഇവിടെ അടൂർ പ്രകാശ് MLA ആയിരുന്നു, മന്ത്രിയായിരുന്ന സമയത്ത്, MLA ആയിരുന്ന സമയത്തും ഇവിടെ നിരവധിയായ ആളുകൾ ഇന്ന് ഇവിടെ സമരം ചെയ്തതിന് നേതൃത്വം നൽകിയ ആളുകളൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഇവിടുത്തെ വലിയ തടികൾ വർഷങ്ങളായി ജനങ്ങൾ ഇവിടെ നട്ടുവളർത്തി വെച്ചിരുന്ന മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോയ ആളുകളാണ്. അന്ന് ഇതിനൊന്നും ആരും ഒരു ഫോറസ്റ്റുകാരും വന്ന് കൈ പിടിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം അടൂരുകാരനാണ്, കോന്നിയെ പ്രതിനിധീകരിച്ചതാണ്. പക്ഷേ സീതത്തോടുകാരൻ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അറിയാവുന്ന ഒരാൾ ഇവിടെ MLA-യും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി സംസ്ഥാനം ഭരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു? വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ വനപാലകർ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പുരയിടത്തിലെ വൃക്ഷങ്ങൾ നിയമാനുസൃതം കർഷകർ മുറിക്കുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകരുതെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, പത്തനംതിട്ട.